ഞാൻ വെയിറ്റ് കുറച്ചതിൽ ഏറ്റവും എന്നെ സഹായിച്ച നല്ലൊരു അടിപൊളി ഡ്രിങ്കാണിത്. ഒരു ഡേയിൽ ഏത് ടൈം വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം. ഇതുപോലെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ പോകുന്നു, കുറച്ചോ വീഡിയോ മൊത്തം കണ്ടിട്ട് ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജാഗറി ഉപയോഗിച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്തുവെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനൊരു കഥയുണ്ട്, ഫാറ്റ് ഉണ്ടാവുന്നതിൻ്റെ കഥ. വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ ഫാറ്റ് കുറയുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ശരീരത്തിൽ അധിക ഗ്ലൂക്കോസ് ഉണ്ടാവുന്നതാണ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ജാഗറി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ശർക്കര കഴിക്കുമ്പോൾ എങ്ങനെയാണ് അധികമായിട്ടുള്ള ഫാറ്റ് ഉണ്ടാവുന്നതെന്നുള്ള കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. സിമ്പിൾ. ജാഗറിയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഭയങ്കര കൂടുതലാണ്. നമ്മളൊരു ആഹാരം കഴിച്ചാൽ ഉറപ്പായിട്ടും ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യും. ഇനി എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജാഗറി അല്ലെങ്കിൽ ശർക്കര എന്ന് പറയുന്നത് കമ്പാരേറ്റീവ്ലി ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ്. ശർക്കര ഇങ്ങനെ കലക്കി കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഈ ഗ്ലൂക്കോസ് ശരീരത്തിൽ ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ വെയിറ്റ് ലോസ് ഡ്രിങ്കുകൾ ട്രൈ ചെയ്യുന്ന ഓരോരുത്തർക്കും വെയിറ്റ് ഫ്യൂച്ചറിൽ റീബൗണ്ട് ചെയ്തു വരാം. വിസറൽ ഓർഗൻസിലെ ഫാറ്റ് കൂടാം, സ്കിന്നി ഫാറ്റ് നിലനിൽക്കാം. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, കൃത്യമായ അളവിൽ പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഇവയൊക്കെ നമ്മുടെ മീൽ പ്ലേറ്റിൽ നോർമലായിട്ട് ഉൾപ്പെടുത്തി പോർഷൻ സൈസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. അതിന് ഇമ്മാതിരി വെള്ളം കലക്കി കുടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല.